വെൽക്കം ടു കുക്കിംഗ് റേഷ്. കുക്കിംഗ് റേഷിൽ ഇന്നൊരു ഇറ്റാലിയൻ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ലസാനിയ. ലസാനിയുടെ ഫുൾ നെയിമാണ് ലസാഗ്നി ബൊളഗ്നൈസ്. ചിക്കനോ മട്ടനോ ബീഫോ അത് വെച്ചിട്ടോ നമുക്ക് ലസാനിയ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കൻ ഗ്രേവി ഉണ്ടാക്കണം. ചിക്കൻ ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ 1/2 കിലോ തക്കാളി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ വശം ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. തണുത്ത വെള്ളത്തിലോട്ട് ആ ബോയിൽ ചെയ്ത ടൊമാറ്റോസ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ സ്കിന്ന് എടുത്ത് കളയാൻ സാധിക്കും. ചെയ്ത ടൊമാറ്റോസ് ഒന്ന് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളത്തിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോ ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കണം. ഇത് ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗറും 1/2 ടേബിൾ സ്പൂൺ സാൾട്ടും ചേർത്താൽ ടൊമാറ്റോ പ്യൂരി റെഡി. ചോപ്പ്ഡ് ഗാർലിക്, ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ഓർ വൈറ്റ് പെപ്പർ, ചോപ്പ്ഡ് ഓനിയൻ, ഒറിഗാനോ, ചോപ്പ്ഡ് ക്യാരറ്റ്. അപ്പോൾ പാൻ ചൂടായി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗാർലിക്, വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ഒരു വലിയ ഉള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഇനി അതിലോട്ട് ക്യാരറ്റ്, ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലോട്ട് 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഉള്ളിയും ക്യാരറ്റും ഒന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ചോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അല്ലെങ്കിൽ കീമ വാങ്ങിക്കാൻ കിട്ടും. ചിക്കൻ്റെതോ ബീഫിൻ്റെതോ മട്ടൻ്റെ എല്ലാം കീമ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെജ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ ചെറുതായിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് എരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ചിക്കന് ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അതിലോട്ട് പെപ്പർ ചേർക്കാം. ഇത് ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് നമ്മുടെ ഡിഷിനൊരു ബ്ലാക്ക് കളർ വരും. വൈറ്റ് പെപ്പർ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ വൈറ്റ് പെപ്പർ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 1.5 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ടൊമാറ്റോ പ്യൂരി ഇഷ്ടപ്പെടുന്നവർക്ക് അത് ആവശ്യത്തിലേറെ ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ടുണ്ട്. ഇനി ക്രഷ്ഡ് ചില്ലി, കാശ്മീരി മുളക് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ് ഈ ക്രഷ്ഡ് ചില്ലി. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത ചിക്കനാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. ഇനി അതിലോട്ട് 1 ടീസ്പൂണ് ഒറിഗാനോ ചേർക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഒരു 3-4 ടീസ്പൂണ് ബട്ടർ ഉരുകി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മൈദ. നമുക്ക് ഒരുപാട് വൈറ്റ് സോസ് വേണമെങ്കിൽ 2 ടീസ്പൂൺ മൈദ ചേർക്കാം. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് പാല്, 1 ടീസ്പൂൺ മൈദയ്ക്ക് 1 കപ്പ് പാല്, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ക്രീമി ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത് ക്രീമി ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സോസിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി അതിലോട്ട് പെപ്പർ ചേർക്കാം. വൈറ്റ് പെപ്പറാണ് ഏറ്റവും നല്ലത്.
കാരണം ഈ വൈറ്റ് സോസിൽ വൈറ്റ് പെപ്പറാണ് നല്ലത്. എൻ്റെ അടുത്ത് വൈറ്റ് പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള പെപ്പർ അതിൽ ചേർക്കാം. പെപ്പർ ചേർത്തു. ഇനി അതിലോട്ട് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, വൈറ്റ് സോസിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ലസാനിയക്കുള്ള വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട്. ലസാനിയ ഷീറ്റ് ഉണ്ടാക്കിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ലസാനിയ ഷീറ്റ് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ വെള്ളത്തിൽ 1 ടീസ്പൂണ് ഓയിലും 1/2 ടീസ്പൂൺ സോൾട്ടുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷീറ്റ് ബോയിലായിട്ടുണ്ട്, 2 മിനിറ്റ് ബോയിൽ ചെയ്തതാണ്. ഇനി ഇതൊരു കോട്ടണിൽ പരത്തി വയ്ക്കാം. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. ഏകദേശം 1 കപ്പ് മൊസറല്ല ചീസ് നമുക്ക് വേണ്ടതിലോട്ട്. എല്ലാം റെഡിയായി. ഇനി ലസാനിയ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് ടൊമാറ്റോ പ്യൂരി ഒന്ന് ഞാൻ പാനിലാണ് ചെയ്യുന്നത്. പാനിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൊമാറ്റോ പ്യൂരി നമ്മൾ ഫസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ലസാനിയ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ടൊമാറ്റോ പ്യൂരിയാണ് ഫസ്റ്റ് ചെയ്യുന്നത് ലെയറിൽ. എന്നിട്ട് അതിലേക്ക് ക്രഷ്ഡ് ചില്ലി ഒന്ന് എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷനാണ്, ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ലസാനിയ ഷീറ്റ് അതിലോട്ട് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. ലസാനിയ ഷീറ്റ് ഇപ്പോൾ കറക്റ്റായി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ചിക്കൻ ഗ്രേവി, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഗ്രേവി എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ചിക്കൻ ഗ്രേവി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറച്ച് ഗ്രേവി കുറച്ചിട്ടും ആക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് എല്ലാ സൈഡിലും സ്പ്രെഡ് ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡിലും ആയിക്കഴിഞ്ഞു. ഇനി വൈറ്റ് സോസും സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിൽ ഓരോ സോസ് ആയാലും മൊസറല്ല ചീസ് ആയാലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടോ കുറച്ചോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈറ്റ് സോസ് എല്ലായിടത്തും സ്പ്രെഡാക്കി കഴിഞ്ഞു. ഇനി പെപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലി, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ക്രഷ്ഡ് ചില്ലിയും പെപ്പറും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ഒറിഗാനോ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത ലെയറും ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഷീറ്റ് വെച്ചു. മൂന്നാമത്തെ ഷീറ്റിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഞാൻ കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചിട്ടുണ്ട്, വേണമെങ്കിലാണ് ഓപ്ഷനാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ പ്യൂരി അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ക്രഷ്ഡ് ചില്ലിയും പിന്നെ ഒറിഗാനോയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് പെപ്പറും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്പൈസ് കുറേ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ചില്ലിയും പെപ്പറും കുറച്ച് കൂടുതലിടാം. അതേപോലെ തന്നെ സോസ് ഇഷ്ടപ്പെടുന്നവർക്ക് സോസ്, അതേപോലെ മൊസറല്ല ചീസ്, അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി റിമൈനിങ് ആയിട്ടുള്ള മൊസറല്ല ചീസ് നമുക്കതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലസാനിയുടെ ലെയേഴ്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ മൊസറല്ല ചീസ് എല്ലാം മെൽറ്റായത് കാണാവുന്നതേ ഉള്ളൂ. നമുക്ക് മൂടി ഒന്ന് മാറ്റാം. നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് പൊന്തിച്ച് നോക്കാം. ചീസെല്ലാം മെൽറ്റായിട്ട് നല്ല ജ്യൂസി പോലെ ആയിട്ടുണ്ട്. ഒരു ഡിഷിലേക്ക് മാറ്റാം. ലസാനി റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത്. ഇത് ഓവനിലും ചെയ്യുന്നതുണ്ട്. ലസാനിയ ഷീറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രെഡിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഷീറ്റിന് പകരം ബ്രെഡ് യൂസ് ചെയ്താൽ മതി. ഒരു ഇറ്റാലിയൻ ഡിഷാണെങ്കിലും ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. സോസും ടൊമാറ്റോ പ്യൂരിയും ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.